ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാൻസ് ഫാമിലി കഫേ. ഇന്നൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെജിറ്റേറിയൻ ആണ്. ചെറുപയർ പരിപ്പ് കൊണ്ട് ഒരു ദാൽ തഡ്ക്കയാണ്. കണ്ടു നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. 1.5 കപ്പ് ചെറുപയർ പരിപ്പാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറുപയർ പരിപ്പ് അളവ് നോക്കി എടുത്താൽ മതി. ഇതേ അളവ് ഉപയോഗിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഈ ചെറുപയർ പരിപ്പ് നന്നായി കഴുകിയ ശേഷം ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊരു 10-15 മിനിറ്റ് ഒന്ന് കുതിരാനിടാം. 10 മിനിറ്റ് ഏകദേശം കഴിഞ്ഞപ്പോൾ നമ്മുടെ പയറൊന്ന് കുതിർന്ന് വന്നു. അതിനെ ഞാനൊരു കുക്കറിലോട്ട് എടുത്ത് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്കിതൊന്ന് 2 വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ചെറുപയർ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇത് കുക്കറിൽ വേവിക്കുമ്പോഴല്ലോ ചിലപ്പോൾ ഈ ചെറുപയർ പരിപ്പ് വേവുമ്പോൾ നമുക്ക് ആ വിസിൽ വരുമ്പോൾ ഇങ്ങനെ വല്ലാതെ ചീറ്റി പോകുന്ന പോലൊക്കെ തോന്നും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി കുക്കറിലല്ലാതെ നമുക്കല്ലാതെ സാധാരണ പാത്രത്തിൽ വെച്ചും വേവിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ എളുപ്പം ഒഴുക്കി ചെയ്തതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം ഇതുണ്ടല്ലോ എന്ത് വന്നപ്പോൾ നല്ല കട്ട പോലായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ കട്ട പിടിച്ച് പോകാതിരിക്കാൻ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച്, ഞാനിപ്പോൾ ഇതിൽ ചൂടുവെള്ളം ഒഴിക്കുന്നത്, ഒഴിച്ച് ഒന്ന് ലൂസാക്കി കൊടുക്കാം. എന്തായാലും നമുക്ക് കറിക്ക് കുറച്ച് ഒരു ഗ്രേവി വേണമല്ലോ. അപ്പോൾ ഇതിനെ ഇപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ ഇവിടെ ഇങ്ങനെ ഇച്ചിരി ഒന്ന് ചാറ് പോലാക്കി വെക്കാം. ഈ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഏകദേശം 1-1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യുടെ കൂടെ കുറച്ച് എണ്ണയും കൂടെ ഉപയോഗിക്കാം. പക്ഷേ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതിൽ നല്ലത് നെയ്യാണ്. എപ്പോഴും പരിപ്പിൻ്റെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഉണ്ടാക്കുമ്പം നെയ്യ് ഒഴിക്കുന്നതാണ് എപ്പോഴും രുചി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം. ജീരകം ഒന്ന് മൂത്ത് വരുമ്പം നമുക്കൊരു 5-6 അല്ല അതിൽ കൂടുതലോ 7 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞത്. വെളുത്തുള്ളിയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇച്ചിരിയോടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം അതും കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. ഞാൻ ആദ്യം ഇടേണ്ട ഒരു കാര്യം ഇടാൻ മറന്നുപോയേ. 2 വറ്റൽമുളക് ഇത് നമുക്ക് ജീരകം മൂക്കുന്ന കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോഴിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ട് മൂത്ത് വന്നു. നമുക്കിവിടെ ഒന്ന് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. കാരണം ഇനി മുളക് പൊടി ഇടാൻ പോകാം. അന്നേരം നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം കേട്ടോ. അല്ലെങ്കിൽ എരിവ് വേണ്ടവർക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. പൊടിയൊന്ന് മൂത്ത് വന്നു. ഇതിലേക്ക് നമ്മൾ 2 പഴുത്ത തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓണാക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ 2 തക്കാളി അരിഞ്ഞത് നമ്മൾ ചേർത്തു. ഇതിന് നന്നായിട്ടൊന്ന് നന്നായിട്ട് വഴറ്റൊന്നും വേണ്ട. ഒരു തക്കാളി ഒരു പകുതി വേവായിട്ട്, ഹാഫ് കുക്ക്ഡായിട്ട് നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ തക്കാളി ഒന്ന് വെന്ത് വല്ലാതെ ഉടഞ്ഞില്ല, എന്നാൽ പകുതി വെന്തു. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചെറുപയർ പരിപ്പ് അത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ചപ്പം കുറച്ച് ഉപ്പിട്ടായിരുന്നു. ഇതൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഉപ്പ് നമ്മൾ ചേർത്തു. ഇനി നമ്മുടെ തക്കാളിയും ഇതും കൂടെയുള്ള ഇതിനകത്തോട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കും. നമ്മളിതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഞാൻ ഉപ്പെല്ലാം ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്തു. ഇതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നാരങ്ങാനീരും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനിയും നാരങ്ങാനീര് ഒഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിക്കാതിരിക്കാം കേട്ടോ. പക്ഷേ അതെല്ലാം കൂടെ ഒന്ന് ടേസ്റ്റ് ബാലൻസായി വരാൻ നാരങ്ങാനീര് ഒഴിച്ചാൽ വളരെ നല്ലതായിരിക്കും. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നന്നായിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കും. നമുക്ക് മല്ലിയിലയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. മല്ലിയില ഇട്ട് നമ്മൾ ഇപ്പം നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇപ്പം ഇത് കണ്ടോ, ഇതിപ്പം ഈ ഒരു തിക്നെസ്സിലായിരിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഇത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഇച്ചിരി ചൂടാക്കി തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ആ കറി എത്ര ഇത് വേണമെന്നുള്ളത് അതനുസരിച്ച്. കാരണം ചിലപ്പോൾ ഈ കറി ഒന്ന് ആയി വന്നു കഴിയുമ്പം ഇരിക്കുമ്പോൾ ഇതൊന്ന് പറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കണ്ടോ, ഈ കറി ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം ഇങ്ങനെ ചെറുതായിട്ട് തിള വന്നു കഴിയുമ്പം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ
നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ദാൽ തടുക്ക റെഡി ആയിട്ടുണ്ടേ. ഇതിനെ നമുക്ക് സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദാൽ തഡ്ക്ക റെഡിയായി കഴിഞ്ഞു. ബാച്ചിലേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഡിഷാണിത് കേട്ടോ. ചപ്പാത്തി, പൂരി, നാൻ ഇതിൻ്റെയൊക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനുമാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം. പുതിയ റെസിപ്പിയുമായി പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. Sprinkling a pinch of love into your cooking and life. Thank you for watching. Take care. Bye-bye.